യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ, നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ അത് യേശുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ വഴി തെറ്റിക്കുവാനായിട്ട് നമ്മുടെ ശത്രു എപ്പോഴും നമ്മുടെ ചുറ്റും പരിശ്രമിച്ചുകൊണ്ട് ആയിരിക്കുന്നുണ്ട്. വഴിയായവനിൽ നിന്ന് വഴി തെറ്റി മാറിപ്പോകുന്നതാണ് പാപം എന്ന് പറയുന്നത്. വഴി തെറ്റിക്കുന്നവൻ്റെ വാക്ക് നമ്മൾ വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പാപം. ഇന്നും നമ്മൾ ജീവിക്കുമ്പോൾ തിരുവചനം ശ്രദ്ധിക്കാതെയും അനുസരിക്കാതെയും വായിക്കാതെയും അലക്ഷ്യമായ അശ്രദ്ധയുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മളെ നയിക്കുന്നത് വഴി തെറ്റിക്കുന്നവനാണ്. നമ്മൾ ശരിയായ വഴിയിലൂടെയല്ല നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നീ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നിൻ്റെ ശത്രു നിൻ്റെ ശ്രദ്ധ തിരിച്ചു വിട്ടിരിക്കുന്നു, വഴിയായവനിൽ നിന്ന് നിന്നെ വഴി തെറ്റിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വഴി തെറ്റി അലയുമ്പോൾ നീ എത്തിപ്പെടുന്നത് ദൈവരാജ്യത്തിലല്ല, നരകരാജ്യത്തിലാണ്. അതുകൊണ്ട് ശ്രദ്ധയുള്ളവനാകുക, വഴിയായവനിലേക്ക് തിരിച്ചു വരിക, അനുതപിക്കുക. വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വഴിയായ വചനം ഓരോ ദിവസവും നീ ബോധപൂർവം സ്വീകരിച്ച് സ്വന്തമാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുക. അല്ലെങ്കിൽ നിൻ്റെ വഴി തെറ്റും, നീ പിതാവിൻ്റെ അടുക്കിലേക്ക് ആയിരിക്കുകയില്ല എത്തിപ്പെടുന്നത്. അപ്പോൾ വഴിയായ വചനമായ യേശുവിൽ വിശ്വസിച്ച് സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.